സൈപ്പ് കളക്ടർക്ക് പൂർണ്ണമായും ക്ലീൻ ചിറ്റ് നൽകുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അപ്പോൾ ആ വഴി ഇനി ഒരു പരിശോധനയില്ല. എന്നാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടിൽ കാര്യമായി ഒരു പരിശോധനയും അന്വേഷണവും നടത്താൻ പോകുന്നില്ല. ചില നിയമവഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് അനിൽ അക്കര പറയുന്നു. പക്ഷേ അത് ഒരു ഗൗരവതരത്തിലുള്ള നീക്കങ്ങളാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ കമ്മീഷണർ ഇങ്ങനെ ഒരു പ്രസ്താവന, ഇങ്ങനെ ഒരു പ്രതികരണം ഇറക്കിയതോടുകൂടി തൃശ്ശൂരിലെ വോട്ട് ക്രമക്കേടിൽ ഉയരുന്ന ആരോപണങ്ങൾ ഇങ്ങനെ അങ്ങ് തണുത്തുപോകാനാണോ സാധ്യത? അതോ ഇതെങ്ങനെ കത്തിച്ചു നിർത്താൻ ഇനി എന്തെങ്കിലും വഴികൾ ഉണ്ടാകുമോ LDFനും UDFനും? ഇതിനകത്ത് നിയമപരമായ വഴികൾ മാത്രമേ ഇതിനകത്ത് മുന്നിലുള്ളൂ സൈഫുദ്ദീൻ. അത് നമുക്കറിയാം. ഇപ്പോൾ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഈ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കോടതികൾക്ക് മുന്നിലേക്ക് വരുമ്പോൾ കോടതികൾ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കണം. കഴിഞ്ഞ കാലങ്ങളിലുള്ള കോടതികളുടെ സമീപനം, ഇപ്പോൾ രാജ്ഭവനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായപ്പോൾ അത് ഒരു പരിധി വിട്ട് ബില്ലുകളിൽ ഒപ്പിടാതിരുന്ന സമയത്താണ് കോടതികൾ ഇടപെട്ടുകൊണ്ട് ബില്ലുകളിൽ ഒപ്പിടണം എന്ന് പറഞ്ഞത്. ഈ വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൻ്റെ സുതാര്യതയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിലും കോടതികൾ അങ്ങനെ കാര്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ കോടതിയിൽ കേസുണ്ട്, ഹൈക്കോടതിയിൽ കേസുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് എത്രത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മുന്നിലേക്ക് കോടതിക്ക് മുന്നിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റുകാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരാതിക്കാർക്ക് കഴിയും എന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ്. അവരുടെ മുന്നിൽ തെളിവുകളുണ്ട്. നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറേ തെളിവുകളുണ്ട്. ഒരു ഫ്ലാറ്റിൽ തന്നെ 9 പേർ എന്ന് പറയുമ്പോൾ വി മുരളീധരൻ പറഞ്ഞ പോലെ ഒരു 9 വോട്ട് കുറച്ച് കഴിഞ്ഞാൽ 75,000-ൽ നിന്ന് 9 വോട്ട് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും കുറച്ചോളൂ എന്ന് പറയുന്ന നിസ്സാരവൽക്കരിച്ച, പണ്ട് എണ്ണയുടെ വില കുറഞ്ഞപ്പോൾ അവിടെ കൂടിയപ്പോൾ ഇവിടെ കുറഞ്ഞു എന്ന് പറയുന്ന പോലെ നിസ്സാരവൽക്കരിച്ച ആളാണ് വി മുരളീധരൻ. അതുകൊണ്ട് BJP-ക്കാർക്ക് അത് ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷേ കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ അതിന് ഗൗരവ സ്വഭാവത്തിൽ അതിനെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടിയുള്ള തിരിച്ചടിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷേ ഞങ്ങൾക്കൊരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് ഇന്നലെ ഡൽഹിയിൽ പറഞ്ഞു, ഇന്ന് തിരുവനന്തപുരത്ത് പറയുന്നു എന്നുള്ളതാണ്. കൃഷ്ണതേജയ്ക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ LDFും UDFും എല്ലാം അദ്ദേഹത്തിന് മുന്നിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ കുറേ കുഴപ്പങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഫ്ലാറ്റിൽ താമസിക്കാത്ത ആൾക്കാരുടെ പേരുകൾ ചേർത്തുകൊണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ അങ്ങനെ പേര് ചേർത്തിട്ടുണ്ടെന്ന പരാതികളെല്ലാം നൽകിയിട്ടും അതിനോട് മൗനം പാലിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം നിങ്ങൾ കെടുത്തരുത് എന്നുള്ളതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ കേൽക്കർ ഇപ്പോൾ പറയുന്നത്. ഉദ്യോഗസ്ഥരുടെ മനോവീര്യം എങ്ങനെയാണ് കെടുക്കുന്നതെന്നൊക്കെ നമ്മൾ നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ അത് വരുന്ന കാലങ്ങളിൽ കോടതി അവർ ബോധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പരാതിക്കാർ ബോധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതി തന്നെ അതിനകത്ത് വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി വിഷയം ചർച്ച ചെയ്യുക എന്നതിനപ്പുറം എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് കോടതികൾക്കാണ് എന്നുള്ളതാണ് വസ്തുത.